ഹലോ. അഫ്സൽ സാറും ഞാനും തമ്മിലുള്ള ബന്ധം 2019 മുതൽ ആണ്. 2019 ഡിസംബറിൽ എന്നെ വിളിക്കുന്ന ആദ്യമായിട്ട് ഇങ്ങനെ പാട്ട് കേട്ടു, ഇഷ്ടപ്പെട്ടു, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം, ഒരു പാട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ ആദ്യം ഞങ്ങളൊരു കവർ സോങ് ചെയ്തു. ധടക്ക് പറഞ്ഞിട്ടൊരു അതിൻ്റെ ടൈറ്റിൽ ട്രാക്ക് ഒരു കവർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് ആൽബംസ് ചെയ്തു, കുറച്ച് ഫിലിംസിന് വേണ്ടി വർക്ക് ചെയ്തു. കുറേ എണ്ണം ഇപ്പോഴും ഇറങ്ങാനുണ്ട്, കുറച്ചെണ്ണം റിലീസായിട്ടുള്ളൂ. അപ്പം ഏറ്റവും ആദ്യം എനിക്കൊരു സ്റ്റുഡിയോ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു റെക്കോർഡിങ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത് സാറിൻ്റെ അടുത്തു നിന്നാണ്. ആദ്യമായിട്ട് സാറിൻ്റെ സ്റ്റുഡിയോയിലാണ് ഞാൻ പാടുന്നത്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ആൻഡ് മോർ ദാൻ എ മ്യൂസിഷ്യൻ, എൻ്റെ ഒരു പേരൻ്റായിട്ട് എൻ്റെ അച്ഛനെ പോലെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അന്നും ഇന്നും ഒരു മാറ്റമില്ലാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ആൻഡ് എനിക്കും തിരിച്ചങ്ങനെ തന്നെയാണ്. എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ആണ്. എൻ്റെ അച്ഛനെ പോലെ ഞാൻ കാണുന്ന ഒരാളാണ്. എന്ത് കാര്യവും എന്തുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പോയി പറയും. എന്ത് കാര്യമായാലും, ഇപ്പോൾ പേഴ്സണൽ കാര്യങ്ങളായാലും പ്രൊഫഷണൽ മാറ്റേഴ്സ് ആയാലും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പേരൻസിനെ പോലെ ഞാൻ പറഞ്ഞില്ല, അത് വെറുതെ പറഞ്ഞല്ല, എനിക്ക് അങ്ങനെ തന്നെയാണ്. ആൻഡ് പിന്നെ എന്താ പറയുക, സാർ അത്രയും നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. എല്ലാവരെയും എന്താ പറയുക, സെൽഫ്ലെസ് ആയിട്ട് നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ സെൽഫ്ലെസ് ആയിട്ട് നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനോ ഒന്നും എല്ലാവർക്കും ആ ഒരു മനസ്സുണ്ടായിന്ന് വരില്ല. പക്ഷേ സാർ ഭയങ്കര പ്യുവറാണ്. ഹിസ് സച്ച് എ ഹംബിൾ ആൻഡ് ജെനുവിൻ പേഴ്സൺ. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള വളരെ കുറച്ച് പേരിലൊരാളാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ഫോർ ഹിം. എനിക്ക് ഇത്രയും നാളെ എൻ്റെ കൂടെ നിന്നതിന് ഇനിയും എൻ്റെ ലൈഫിൽ എൻ്റെ എല്ലാ ഫേസിലും എൻ്റെ കൂടെ ഉണ്ടാവണം. ആൻഡ് ലവ് യു സോ മച്ച്.